പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പുതിയ തലമുറയെ നേർവഴിക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ടതിന്റെ യുവതലമുറയുടെ ആനുകാലിക ജീവിത സാഹചര്യങ്ങളും സമൂഹത്തോട് പങ്കുവച്ചും തിരുത്തെഴുത്ത് നിർവഹിച്ചും കേരളത്തിലെ 6300 പരം വരുന്ന യൂണിറ്റുകളിൽ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളന സന്ദേശവും പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക നവജാഗരണവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ധർമ്മജാഗരണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. മധ്യമേഖല ധർമ്മജാഗരണ യാത്ര പെരുമ്പാവൂരിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കോട്ടക്കൽ സ്വീകരണവേദിയിലേക്ക് നിമിഷങ്ങൾക്കകം എത്തിച്ചേരുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ നാട് നയിക്കേണ്ട പൌരന്മാരാണ്. വിദ്യാർത്ഥി യുവ സമൂഹത്തിന്റെ വിചാരങ്ങൾക്കും ഇടപെടലുകൾക്കും സമീപനങ്ങൾക്കുമെല്ലാം സമൂഹത്തിന്റെ പൊതുധാരയെ നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു പങ്കുണ്ട്. സമൂഹത്തിന്റെ നെടുന്തൂണും നാളേക്കുള്ള കരുതിവെപ്പുമായ വിദ്യാർത്ഥി യുവജനങ്ങൾ അവരുടെ ആനുകാലിക വിചാരങ്ങളും ജീവിത രീതികളും ഏതൊരു ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നാം വിലയിരുത്തേണ്ടതുണ്ട്. ധർമ്മത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനപരമായ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിലൂടെയല്ലാതെ കാലത്തിന് കൃത്യമായി മുന്നോട്ടു പോകാൻ സാധ്യമല്ല. നമ്മുടെ വിദ്യാഭ്യാസ രീതികളും കലാലയ പരിസരങ്ങളുമെല്ലാം അബദ്ധ വിചാരങ്ങളുടെയും അപകടകരമായ കർമ്മങ്ങളുടെയും ആലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ന്യൂ ജനറേഷൻ അഥവാ പുതിയ തലമുറയെ അവരുടെ നന്മകൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനും അവരിൽ വന്നുഭവിക്കുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കി തിരുത്താനുമുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ തിരുത്തുകയും നന്മയിലേക്ക് ദിശാബോധം നൽകുകയും ചെയ്യേണ്ട കേന്ദ്രങ്ങളെല്ലാം അലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നികത്താവാനാവാത്ത വലിയ അപകടമാണ്. നാട്ടിൻപുറങ്ങളിൽ നന്മയുടെ ആജ്ഞാശക്തികളായ കാരണവന്മാർ ഇന്ന് നഷ്ടമായിരിക്കുന്നു. ആർജവത്തോടെ കുടുംബത്തെ നേർവഴിക്ക് നയിക്കേണ്ട കുടുംബനാഥന്മാർ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു.
ഇടപെടലിലൂടെ ഒരു തലമുറയെ നേർവഴിക്ക് നയിക്കേണ്ട ധർമ്മബോധമുള്ള അധ്യാപകർ അവരുടെ സ്വാധീന മേഖലകൾ എല്ലാം ഇത് കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന നമ്മുടെ ജനതയുടെ സാംസ്കാരിക പിന്നാമ്പുറം എത്രമാത്രം ദുരന്തജനകമായിരിക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളെയും ഇതുവരെ നടന്ന സംവാദങ്ങളിൽ ചർച്ചാവിധേയമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചിന്തകളെയും കർമ്മങ്ങളെയും കൃത്യമായി തിരുത്താനും നേർവഴിക്ക് നയിക്കാനുമുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നാം അറിയേണ്ടത്, നമ്മുടെ മക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അരുതായ്മകളുടെ ആലയങ്ങളിൽ അപകടകരമായി വീണുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൈപിടിക്കാനും നേർവഴിക്ക് കൊണ്ടുവരാനുമുള്ള ഊർജ്ജവത്തായ ശ്രമങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്.